ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് ചാലക്കുടി ബസ് റൂട്ടിൽ പുല്ലൂർ എന്ന് പറയും. പുല്ലൂർ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 250 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. 8 സെൻറ്റിലാണ് വീട് ഇരിക്കുന്നത്. 1800 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ. ഇത് കാണുന്നതാണ് മെയിൻ റോഡ്. ബസ് ഉണ്ടല്ലേ, ഇത് പാടം. നമ്മുടെ വീടിന് നല്ല വ്യൂ ആയിട്ടുള്ള പാടം ഉണ്ട്. പാടത്തിനോട് ചേർന്ന് വേണ്ട പള്ളിയാണ് വരുന്നത്, പുല്ലൂർ പള്ളി കേട്ടോ. ഓക്കെ, ആ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ബസ് റൂട്ട് പോണത്. ആ കാണുന്നത് ബസ് റൂട്ടാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഏരിയയിലാണ് നമ്മുടെ ഈ വീട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വീടിൻ്റെ ഇൻസൈഡൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് കിണർ വെള്ളമാണ് കേട്ടോ. സൈഡിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, അത് നമ്മുടെ പ്രൈവറ്റ് റോഡാണ്. കിണർ വെള്ളമാണ്. ഫ്രണ്ടിലൊക്കെ നല്ല നല്ല വീടുകളുണ്ട്, നല്ല ഏരിയയാണ്. ഓക്കെ, പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഫിനിഷിങ് സ്റ്റേജിലാണ് ഇപ്പോൾ പണി നടക്കുന്നത്. ഇതിൻ്റെ ഡോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡോറാണ്. ഓക്കെ, ഇത് ലിവിങ് റൂം, കയറി വരുന്ന ലിവിങ് റൂം. ഇവിടുന്ന് 2 ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേറ്റ് ആണ് ചെയ്തേക്കണം കേട്ടോ. ഇത് ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് സ്റ്റെയർ പോകണം. അവിടെ വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും റൈറ്റിലേക്ക് ബെഡ്റൂം പോകുന്നുണ്ട് കേട്ടോ. ഇതൊരു ബെഡ്റൂം. പണിയെല്ലാം ഫിനിഷിങ് സ്റ്റേജിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബാത്റൂമിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ക്ലോസറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ചില്ലേ സാധനങ്ങളൊക്കെ കാർഡ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായിരുന്നു എടുക്കാത്ത. അപ്പോൾ ഇനി താഴ്ഭാഗത്ത് 2 ബെഡ്റൂംസിന് വരണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം കണ്ടത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെയും പിന്നെ കബോർഡ് വർക്കുകളൊക്കെ നല്ല നീറ്റായിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണ്ടില്ലേ, നല്ല സൂപ്പർ കബോർഡ് വർക്കുകളൊക്കെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പണി ഫിനിഷിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കയറ്റിയിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇത് നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പൺ കിച്ചണാണ്, അടിപൊളിയാണ്. ബാക്കിൽ കിണറിൻ്റെയും ഇതിൻ്റെയൊക്കെ മണ്ണൊഴുകി എടുക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റി നമുക്ക് സെറ്റാക്കി തരും. ചുറ്റും മതിൽ കെട്ട്, ഗേറ്റ്, ടൈൽ വർക്ക് ഇതൊക്കെ ഇനി ബാക്കിയുണ്ട്. ഇനി നമുക്ക് മോൾ ഭാഗം കാണാം കേട്ടോ. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൽ കേട്ടോ. ഇത് കയറി വരുമ്പോൾ നല്ലൊരു ഹാള് വരുന്നുണ്ട്. ആ ഹാളിനോട് ചേർന്ന് പുറത്തേക്ക് ഡോറുണ്ട്. പുറത്ത് ഓപ്പൺ ടെറസിലേക്ക് ഡോറുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തെ 3ാമത്തെ ബെഡ്റൂം കേട്ടോ. അത് ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണി കിട്ടുന്നുണ്ട്. നല്ല ബാൽക്കണി ചെയ്തിട്ടുണ്ട് അവർ, വേണ്ടില്ലേ, അടിപൊളിയായിട്ട് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ബെഡ്റൂമാട്ടത്. അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡും. ഇതിനെ കബോർഡ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നല്ല ഒതുക്കത്തിൽ ചെറിയൊരു കബോർഡ് സെറ്റ് ചെയ്തേക്കണം. കണ്ടില്ലേ, നല്ല നൈസായിട്ട് ചെറിയൊരു ഒതുക്കത്തിനുള്ള കബോർഡ്. അതുപോലെ വാഷ്റൂമും ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ. ഇതിൻ്റെ ഡോറുകളുടെ ഇത് കണ്ടില്ലേ, ഡിസൈൻ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. നല്ല മോഡലായിട്ട് നല്ല ഡോറുകളാണ്, രണ്ട് പാളി. ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗം, റോഡ് ഓപ്പോസിറ്റ് വീടും കാര്യങ്ങളും, ഇതാ കാണുന്നത് പാടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല വ്യൂവും നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയിലാണ് നമ്മുടെ ഈ വീട് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനൊരു ഗുണം കൂടിയുണ്ട് ഈ വീടിന്. ഇനി 4ാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം. ഇത് 4ാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകണം. ഈ പറഞ്ഞ പോലെ നാലാമത്തെ ബെഡ്റൂം. അതിന് ഈ പറഞ്ഞ പോലെ മറ്റേ ഈ ഡോറ് ഒരു ഡോറ് ബാൽക്കണി ഉണ്ട്. ബാൽക്കണിക്ക് ഒരു ചെറിയ വിൻഡോയിൽ തന്നെ ഡോറ് കൊടുത്തേക്കാട്ടാ. അപ്പോൾ നമുക്ക് ഈ വിൻഡോ ഡോറ് പോലെ തുറന്നിട്ട് നമുക്ക് ബാൽക്കണിയിൽ നമുക്ക് ഇത് ചെയ്യാം, പുറമേക്ക് നോക്കാം. അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പണി കഴിഞ്ഞിട്ടുള്ളൂ, എല്ലാം സെറ്റ് ചെയ്തിരിക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 88 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. 88 ലക്ഷം രൂപ. വലിയതായിട്ട് കാര്യമായിട്ട് കുറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും കുറച്ച് കിട്ടിയിരിക്കും. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോഴേ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒന്ന് ലൈക്കും ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.